പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉരുത്തിരിയുന്നു. 12 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയെങ്കിലും വീണ്ടും ഇരുകൂട്ടരും പോർവിളികളുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ട്രംപിനും നെതന്യാഹുവിനും എതിരെ ഇറാനിലെ ഉന്നത ഷിയ പുരോഹിതൻ അയത്തുള്ള മക്രോം ഷിറാസി ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഫത്വ എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണേണ്ടതില്ല. 1989 അയത്തുള്ള ഖൊമേനി എഴുത്തുകാരനായ സൽമാൻ റുഷ്ദിക്ക് എതിരെ അദ്ദേഹത്തിന്റെ ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകത്തിനെതിരെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ ഫലം ലോകം കണ്ടതാണ്. ലോകമെമ്പാടും പുസ്തകശാലകൾ ആക്രമിക്കപ്പെട്ടു. സൽമാൻ റുഷ്ദ് വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പലതവണയാണ്. ഒടുവിൽ ഒരു കണ്ണു തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ലോകത്താകമാനം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് അത് കാരണമായി. അത്തരത്തിലാണ് ഈ ഫത്വ എന്ന് കാണേണ്ടതും. ഏതായാലും ആ ഫത്വയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ട്രംപും നെതന്യാഹുവും ദൈവത്തിന്റെ ശത്രുക്കളാണ്. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർ ഇറാനിയൻ നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇറാന്റെ ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഹൊറൈറേബ്യനുള്ള ശിക്ഷ വധശിക്ഷയാണ്. ട്രംപിനെയും നെതന്യാഹുവിനും ഏതു രൂപത്തിലും പിന്തുണയ്ക്കുന്നത് മുസ്ലിങ്ങൾ അവസാനിപ്പിക്കണം. മുസ്ലിങ്ങൾക്ക് ഹറാമാണവർ. അതിനാൽ തന്നെ ശിക്ഷ നൽകാൻ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തയ്യാറാകണം എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നതമായ ഒരു പുരോഹിതൻ ഇപ്പോൾ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ആയിരുന്നു 1989 ഒരു ഫത്വ സൽമാൻ റുഷ്ദിക്കെതിരെ പുറപ്പെടുവിച്ചത്. ഇതിനർത്ഥം ബെഞ്ചമിൻ നെതന്യാഹുവിനോ ട്രംപിനെയൊക്കെ വധിക്കും എന്നുള്ളതല്ല. പക്ഷേ ഈ ഫത്വ ഏറ്റെടുത്തുകൊണ്ട് ലോകത്ത് എമ്പാടും വിവിധ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇതിനൊരു ഉത്തേജനം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.